നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസ് ആരംഭിക്കുമെന്ന് വിമാന കമ്പനികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറപ്പു നൽകി. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനികളുമായി നടത്തിയ യോഗത്തിലാണ് ഉറപ്പു ലഭിച്ചത്. ഏഴിമല നേവൽ അക്കാദമി മാലിന്യ പ്ലാന്റ് ഭീതിയൊഴിയാതെ പ്രദേശവാസികൾ. പ്രശ്നത്തിൽ സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്നു. നേവൽ അക്കാദമി അധികൃതർ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് CPM. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 10ാം ദേശീയ സമ്മേളനത്തിന് തിരുവനന്തപുരം വേദിയാകും. പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. കാർഷിക മേഖല ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് മൂലം തകരുകയാണ്. ഓരോ വിളവും പ്രതീക്ഷയോടെ ഇറക്കുന്ന കർഷകന് വിളവെടുപ്പിൽ ലഭിക്കുന്നത് നിരാശ മാത്രമാണ്. ട്രായിയുടെ പുതിയ താരിഫ് പ്രതിഷേധം വ്യാപകമാകുന്നു. സാധാരണ കേബിൾ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന നയമാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ താരിഫ് നയമെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും C. കൃഷ്ണൻ MLA. വാർത്തകൾ വിശദമായി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസ് ആരംഭിക്കുമെന്ന് വിമാന കമ്പനികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറപ്പു നൽകി. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനി CEOമാരുമായി നടത്തിയ യോഗത്തിലാണ് ഉറപ്പ് ലഭിച്ചത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് മറ്റു വിമാനത്താവളങ്ങളിലേക്കാൾ അമിത നിരക്ക് ഈടാക്കുന്നത് കുറയ്ക്കാൻ എയർ ഇന്ത്യ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. പുതുതായി ആരംഭിച്ച കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളായ ദുബായ്, ഷാർജ, അബുദാബി, മസ്കറ്റ്, ദോഹ, ബഹ്റൈൻ, റിയാദ്, കുവൈത്ത്, ജിദ്ദ തുടങ്ങിയ മേഖലകളിലേക്ക് കൂടുതൽ സർവീസുകൾ ആവശ്യമാണ്. കൂടാതെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂർ, മലേഷ്യ എന്നിവിടങ്ങളിലേക്ക് വർദ്ധിച്ച ആവശ്യവുമുണ്ട്. നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് 4 അന്താരാഷ്ട്ര സർവീസുകൾ കണ്ണൂരിൽ നിന്നും നടത്തുന്നത്. കണ്ണൂരിൽ നിന്ന് വിദേശ വിമാന കമ്പനികൾ സർവീസിനുള്ള അനുമതി നൽകിയിട്ടില്ല. സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഇക്കാര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണം. കണ്ണൂർ വിമാനത്താവളത്തിന്റെ വികസനത്തിന് ഇത് അത്യാവശ്യമാണ്. കണ്ണൂരിൽ നിന്നുള്ള വിമാനങ്ങൾക്കുള്ള ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിനുള്ള നികുതി നേരത്തെ തന്നെ 1% കുറച്ചിരുന്നു. ഉദ്ഘാടനം ചെയ്ത ശേഷമുള്ള ആദ്യത്തെ കണക്കുകൾ പരിശോധിച്ചാൽ അന്താരാഷ്ട്ര ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണം ഏതാണ്ട് ഒരുപോലെയാണ്. രാജ്യത്തെ മറ്റ് പ്രമുഖ നഗരങ്ങളുമായും കണ്ണൂരിൽ നിന്നുള്ള വ്യോമബന്ധം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഡൽഹിയിലേക്കും തിരുവനന്തപുരത്തേക്കുമുള്ള സർവീസുകൾ ഇതിൽ പ്രധാനമാണ്. മറ്റു വിമാനത്താവളങ്ങളിൽ കൂടുതൽ സർവീസുകൾ ആവശ്യമാണ്. ശബരിമല വിമാനത്താവളത്തിനുള്ള സാധ്യതാ പഠന റിപ്പോർട്ട് സർക്കാർ പരിഗണനയിലുണ്ട്. കാസർകോട്ടെ ബേക്കൽ, ഇടുക്കി, വയനാട് എന്നിവിടങ്ങളിൽ എയർ സ്ട്രിപ്പ് ആരംഭിക്കുന്നതും സർക്കാർ പരിഗണനയിലാണെന്നും അദ്ദേഹം അറിയിച്ചു. എയർ ഇന്ത്യയുടെ കണ്ണൂരിൽ നിന്നുള്ള അമിത നിരക്കുകൾ കുറയ്ക്കാൻ നിർദ്ദേശം നൽകിയതായി എയർ ഇന്ത്യ CMD PS ഖരോള മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലെ പ്രമുഖ വിമാനത്താവളങ്ങളിലേക്ക് കൂടുതൽ ആഭ്യന്തര സർവീസുകൾ വേനൽക്കാല ഷെഡ്യൂളുകളിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കണ്ണൂരിൽ നിന്ന് 3 രാജ്യങ്ങളിലേക്ക് കൂടി മാർച്ചോടെ സർവീസ് ആരംഭിക്കുമെന്ന് CEO K. ശ്യാംസുന്ദർ യോഗത്തിൽ അറിയിച്ചു. ബഹ്റൈൻ, കുവൈത്ത്, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കാണ് പുതിയ സർവീസുകൾ. നിലവിൽ ഷാർജ, അബുദാബി, റിയാദ്, ദോഹ എന്നിവിടങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസുകൾ സർവീസ് നടത്തുന്നുണ്ട്. തിരുവനന്തപുരം, കണ്ണൂർ സർവീസിനുള്ള സാധ്യത പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇൻഡിഗോ എയർലൈൻസ് കണ്ണൂരിൽ നിന്നുള്ള ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ, ഹൂബ്ലി, ഗോവ എന്നിവിടങ്ങളിലേക്ക് ജനുവരി 25-ന് സർവീസ് ആരംഭിക്കും. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് മാർച്ച് അവസാന വാരം ആരംഭിക്കും. ദോഹ, കുവൈത്ത് എന്നിവിടങ്ങളിലേക്ക് മാർച്ചിലും 2 മാസങ്ങൾക്കുള്ളിൽ ജിദ്ദ, ദമാം എന്നിവിടങ്ങളിലേക്കും സർവീസ് ആരംഭിക്കുന്നത് പരിഗണനയിലുണ്ട്. കണ്ണൂരിൽ നിന്ന് ബംഗളൂരു, ഹൈദരാബാദ്, മുംബൈ എന്നിവിടങ്ങളിലേക്കും മസ്കറ്റിലേക്കും സർവീസ് ആരംഭിക്കുമെന്ന് ഗോ എയർ അധികൃതർ അറിയിച്ചു. സ്പൈസ് ജെറ്റ് അധികൃതർ കണ്ണൂരിൽ നിന്ന് ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്ന് വിദേശ വിമാന കമ്പനികളുടെ പ്രതിനിധികളും അറിയിച്ചു. 10 ആഭ്യന്തര കമ്പനികളുടെയും 12 അന്താരാഷ്ട്ര കമ്പനികളുടെയും പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ അറിയിച്ചത്. സംസ്ഥാനത്ത് നിന്നുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ മികച്ച ഇടപെടലാണ് നടത്തുന്നതെന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ സെക്രട്ടറി RN ചൗബെ അറിയിച്ചു. കേന്ദ്ര സിവിൽ ഏവിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഉഷ പാടി, ചീഫ് സെക്രട്ടറി ടോം ജോസ്, ഗതാഗത വ്യോമയാന പ്രിൻസിപ്പൽ സെക്രട്ടറി KR ജ്യോതിലാൽ, കണ്ണൂർ വിമാനത്താവളം MD V. തുളസീദാസ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഡയറക്ടർ S. ശ്രീകുമാർ, മറ്റു വിമാനത്താവള പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ഏഴിമല നാവിക അക്കാദമിയിലെ അശാസ്ത്രീയമായി നിർമ്മിച്ച മാലിന്യ പ്ലാന്റ് ജനങ്ങളുടെ കുടിവെള്ളം മലിനമാക്കിയെന്ന ആരോപണത്തിനു പിന്നാലെ പുഴവെള്ളത്തിലും മാലിന്യം കണ്ടെത്തിയതിനെ തുടർന്ന് രാമന്തളി പ്രദേശവാസികൾ ഭീതിയിൽ. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ
അടിയന്തര ശ്രദ്ധ പതിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്നു. നേവൽ അക്കാദമിയുടെ നിലപാടുകളിൽ പ്രതിഷേധം ശക്തമാക്കി ജനാരോഗ്യ സംരക്ഷണ സമിതി. നാവൽ അക്കാദമിയിൽ നിന്നുള്ള മാലിന്യ പ്രശ്നം വീണ്ടും രാമന്തളിയിലെ ജനങ്ങളെ ഭീതിപ്പെടുത്തുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്കും കക്കവാരൽ തൊഴിലാളികൾക്കും പുഴവെള്ളം ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കുന്നതായും ചൊറിച്ചിലുണ്ടാക്കുന്നതായും മത്സ്യസമ്പത്തിനാൽ സമൃദ്ധമായിരുന്ന പുഴയിൽ ഇപ്പോൾ മത്സ്യങ്ങൾ നിൽക്കുന്നില്ല എന്നും പരാതി ഉയർന്നിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് പുഴവെള്ളം പരിശോധന നടത്തിയപ്പോഴാണ് പുഴവെള്ളത്തിൽ ഭീകരമായ വിധത്തിൽ ലവണങ്ങളും മാലിന്യങ്ങളും കണ്ടെത്തിയത്. കേരള വാട്ടർ അതോറിറ്റിയുടെ കണ്ണൂർ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ നടത്തിയ ജലപരിശോധനാ ഫലത്തിലാണ് പുഴവെള്ളത്തിൽ മാലിന്യം കലർന്നതായുള്ള വിവരം പുറത്തു വന്നത്. ജനങ്ങളാകെ പരിഭ്രാന്തരാണ്. കാരണം നമ്മൾക്ക് പുഴ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കിണറിന് അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. വായു അത്ര പ്രാധാന്യമാണ്, അത്ര തന്നെ പുഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രാമന്തളിക്കാർ ഉള്ളത്. ആ പുഴയെയാണ് ഇപ്പോൾ മലീമസമാക്കിയിട്ടുള്ളത്. ഇതിന് അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം അധികാരികൾ കാണണം. പിന്നെ അതില്ലെങ്കിൽ ജനങ്ങൾ മൊത്തത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ സമരരംഗത്തേക്കോ അതിൻ്റെ പ്രക്ഷുബ്ധ കാര്യങ്ങളിലേക്കോ നമ്മൾ വലിച്ചിഴപ്പെടുന്ന രീതിയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് അധികൃതരോട് പറയാൻ. 12 വർഷം മുമ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി പോലും ഇല്ലാതെ ജനവാസ കേന്ദ്രത്തിന് സമീപം സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റാണ് പിന്നീട് ജനങ്ങൾക്ക് ദുരിതമായി മാറിയത്. 2014 ജൂൺ മാസം മുതലാണ് ഇതിന്റെ പരിണതഫലം ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയത്. ഈ പ്രദേശത്തെ കുറിച്ച് നന്നായി അറിയുന്ന ഇവിടുത്തെ ഭരണസമിതിയും അവിടുത്തെ അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും വിശ്വസിക്കുന്നത് ഇത് ഏഴിമല നാവിക അക്കാദമിയുമായി ബന്ധപ്പെട്ട് ആ ഏഴിമല നാവിക അക്കാദമിയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളാണ് ഇതിന് കാരണമെന്നാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം നമ്മളെ സംശയമാണ്. പക്ഷെ ആ വിഷയത്തിൽ നാവിക അക്കാദമിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, അതായത് സീവേജ് വേസ്റ്റ്, അതുപോലെ തന്നെ സോളിഡ് വേസ്റ്റ്, അതുപോലെ തന്നെ കക്കൂസ് മാലിന്യങ്ങൾ, ഇതൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള പ്ലാന്റുകളില്ല എന്നത് വളരെ വ്യക്തമാണ്. മഴവെള്ളത്തിൽ മാലിന്യ പ്ലാന്റ് കവിഞ്ഞൊഴുകി കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയതായിരുന്നു ആദ്യ സംഭവം. പിന്നീട് 2017 ജനുവരി 2ാം വാരം മുതലാണ് ദുർഗന്ധവും മലിനജലവും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ തുടങ്ങിയത്. കിണർവെള്ളത്തിൽ ക്രമാതീതമായ തോതിൽ കക്കൂസ് മാലിന്യങ്ങളുടെ സാന്നിധ്യത്തിൽ കണ്ടുവരുന്ന കോളിഫോം ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടെന്നായിരുന്നു അന്നത്തെ പരിശോധനാ റിപ്പോർട്ട്. അന്ന് തുടങ്ങിയ പരാതികൾക്കും പരിദേവനങ്ങൾക്കും പരിഹാരമില്ലാതെ വന്നപ്പോഴാണ് ജീവിക്കാനുള്ള അവകാശത്തിനായി ജനങ്ങൾ സമരത്തിനിറങ്ങിയത്. പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പയ്യന്നൂരിലെത്തി ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്ന് സർക്കാർ നിയോഗിച്ച ദത്തൽ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ മാലിന്യ പ്ലാന്റിൽ വികേന്ദ്രീകരണം നടത്തണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റുകൾ 3 മാസത്തിനകം അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതിയുടെ വിധി ഇതിനിടെയുണ്ടായെങ്കിലും ഈ വിധിയും ഇവിടെ നടപ്പാക്കിയില്ല. നേവിയും മലിനീകരണ നിയന്ത്രണ ബോർഡും ഒത്തുകളിക്കുകയാണെന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിൽ 2017 അവസാനത്തോടെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന നേവിയുടെ STP ടാങ്കിന് മലിനീകരണ നിയന്ത്രണ ബോർഡും അനുമതി നൽകി. ടാങ്കിൽ നിന്നും പുറത്തുവരുന്ന ദുർഗന്ധം ഇല്ലാതാക്കാൻ നേവൽ അധികൃതർ വർദ്ധിച്ച തോതിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതായി ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഇവയടങ്ങിയ മാലിന്യങ്ങൾ വാട്ടർ ടാങ്കിൽ നിന്നും പൂച്ചാൽ പ്രദേശത്തെ തോടിലേക്കും അവിടെ നിന്നും പുഴയിലേക്കും എത്തുന്നതാണ് പുഴവെള്ളവും മലിനപ്പെടാൻ ഇടയാക്കിയതെന്നും മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം പറയുന്നു. കൗവായിക്കായലിൻ്റെ ഭാഗമായ ഏറൻ പുഴയിലേക്കാണ് മലിനജലം എത്തുന്നത് എന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിവെക്കുക. എല്ലാ കൊല്ലങ്ങളും ചെമ്മീനുള്ള ചാകരി ഉണ്ടാകുന്ന സ്ഥലമാണ് ഇത്. ഇപ്പോൾ മൊത്തം വേസ്റ്റ് ഇവരെ കക്കൂസ് മാലിന്യങ്ങളും പിന്നെ ഇവർ ഇതിൻ്റെ ഉള്ളിൽ വേറെ എല്ലാ വേസ്റ്റും തട്ടുന്ന പുഴയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് 2 കൊല്ലം മുമ്പത്തെ ഇത് കുടിവെള്ളത്തിലായിട്ട് ഇതിൽ വലിയ പ്രശ്നങ്ങൾ നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ ഉൽപ്പാദിപ്പിക്കുന്ന വലിയപറമ്പ്, ഇടയിലക്കാട് എന്നിവിടങ്ങളിലെ 5000-ഓളം സ്വയം തൊഴിൽ സംരംഭകരെയും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെയും പുഴവെള്ളത്തിലെ മാലിന്യം ദോഷകരമായി ബാധിക്കും. രാമന്തളി മാലിന്യ പ്രശ്നം സംബന്ധിച്ച് രാമന്തളി പഞ്ചായത്ത് സെക്രട്ടറിയോട് ചീഫ് സെക്രട്ടറി വിവരം തേടിയിരിക്കുകയാണ്. 2 വർഷം മുമ്പ് നേവൽ അക്കാദമിയുടെ കക്കൂസ് മാലിന്യം കിണറ്റിലൊഴുക്കിക്കൊണ്ടാണ് പൊറുതിമുട്ടിയതെങ്കിൽ ഇപ്പോൾ ഏറൻ പുഴയും മലിനപ്പെട്ടതോടെ രാമന്തളി ജനത വീണ്ടും സമരമുഖത്തേക്ക് നീങ്ങേണ്ടി വരുമെന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി രാമന്തളിയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. നേവൽ അക്കാദമി അധികൃതർ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിരോധ സമരങ്ങളിൽ നേരിടേണ്ടി വരുമെന്നും CPM ഏരിയ സെക്രട്ടറി KP മധു അറിയിച്ചു. ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി
സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ അവിടുത്തെ ഗ്രാമപഞ്ചായത്തും മുൻകൈയെടുത്തുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള എല്ലാ നടപടിയും പഞ്ചായത്തും അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റും ചെയ്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കാണാൻ വേണ്ടി സാധിക്കുന്നത് രാമന്തളിയ പരിസരത്തുള്ള പുഴയിൽ ഇതുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങൾ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ജനവാസ കേന്ദ്രത്തിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഏഴിമല നാവിക അക്കാദമിയുടെ മാലിന്യ പ്ലാന്റ് ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എംപിയും MLAയും മറ്റു ജനപ്രതിനിധികളും ഇടപെട്ടിരുന്നതാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചില നടപടികളും ഉണ്ടായി. കുടിവെള്ളം മലിനമായതിനെ തുടർന്ന് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുകയും ഉണ്ടായി. എന്നാൽ നേവൽ അധികൃതർ ജനകീയ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ച് മാലിന്യ പ്രശ്നത്തെ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നുവെന്നും ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളാണ് പുഴവെള്ളത്തിൽ വരെ മാലിന്യം കലർന്നുവെന്നതിൽ നിന്ന് ബോധ്യമാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യരക്ഷയ്ക്ക് വേണ്ടി സർവവും നഷ്ടപ്പെടുത്തിയ ജനങ്ങളെ രണ്ടാംതരം പൗരന്മാരായി കാണാതെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ നേവൽ അധികൃതർ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളെ നേരിടേണ്ടി വരുമെന്നും CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KP മധു നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം. സാധാരണ കേബിൾ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന നയമാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ താരിഫ് നയമെന്നും ഇത് ജനങ്ങളെ തിരിച്ചറിയണമെന്നും C. കൃഷ്ണൻ MLA നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. താരിഫിലെ അശാസ്ത്രീയ നിർദ്ദേശങ്ങളും അപാകതകളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച അഖിലേന്ത്യാ തലത്തിൽ കേബിൾ TV സംഘടനകൾ ചാനൽ ബ്ലോക്കൌട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ താരിഫ് ഓർഡറിലെ നയമനുസരിച്ച് അശാസ്ത്രീയ നിർദ്ദേശങ്ങളും അപാകതയും രാജ്യത്തെ കേബിൾ TV DTH ശൃംഖലകൾക്ക് വലിയ മാറ്റം സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പുതിയ നിയമത്തോടെ സിഗ്നൽ നൽകുന്ന മൾട്ടി സിഗ്നൽ ഓപ്പറേറ്റർമാർ ഈ മേഖലയിൽ കുത്തകകളായി മാറും. പ്രത്യക്ഷത്തിൽ ഗുണഭോക്താക്കൾക്ക് ഗുണകരമാണെന്ന് തോന്നുമെങ്കിലും ഓരോ ചാനലിനും പണം നൽകേണ്ടി വരുന്നതോടെ വൻ നഷ്ടമാകും ഉപഭോക്താവിനുണ്ടാവുക. നിലവിൽ 220 ചാനലുകൾ 200 രൂപ മുതൽ 270 രൂപ വരെയുള്ള നിരക്കിലാണ് കേബിൾ TV ഓപ്പറേറ്റർമാർ ലഭ്യമാക്കുന്നത്. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇതിന് 650 രൂപയോളം നൽകേണ്ടി വരും. കേബിൾ TV മേഖലയിൽ പുതിയ ബാധ്യത അടിച്ചേൽപ്പിക്കുന്നത് ബാധിക്കുന്നത് സാധാരണക്കാരെയാണെന്നും നിരക്ക് വർധനവ് പിൻവലിച്ച് ശാശ്വത പരിഹാരം കാണണമെന്നും C. കൃഷ്ണൻ MLA പറഞ്ഞു. ഈ കേബിൾ TV രംഗത്ത് പുതിയ ബാധ്യതകൾ അടിച്ചേൽപ്പിക്കാതെയുണ്ട്. അതിനെ സഹായിച്ച് സംരക്ഷിക്കുക എന്നതാണ് ഇന്നത്തെ ഒരു ആവശ്യം. പ്രത്യേകിച്ച് ചെറുകിട സംരംഭകരും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന നിരവധി ജീവനക്കാരുമെല്ലാം ആ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ നിരക്ക് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സാധാരണ ഈ ഗുണഭോക്താക്കൾക്കും അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നിരക്ക് വർധനവ് ഒരു തരത്തിലും ന്യായീകരിക്കത്തക്കതല്ല. ഓപ്പറേറ്റർമാരുമായി ആലോചിക്കാതെയോ ആവശ്യമായ മുൻ നടപടികളോ സ്വീകരിക്കാതെയുള്ള ധൃതി പിടിച്ചുള്ള തീരുമാനത്തിൽ നിന്ന് അധികൃതർ പിന്തിരിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുത്തകകളെ സഹായിക്കുന്ന പുതിയ നയം പുനഃപരിശോധന നൽകണമെന്നും സാധാരണക്കാർക്ക് ഗുണകരമായി തോന്നുന്ന നയം കുത്തകകളെ വളരുവാൻ ഉപയോഗിക്കുന്നതാണെന്നും പരസ്യമേഖല വഴി ജനങ്ങളെ വഞ്ചിക്കുകയാണ് ട്രായുടെ പുതിയ താരിഫ് നയമെന്നും കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് PK ജയരാജൻ പറഞ്ഞു. ഇതിൽ പൊതുസമൂഹം ഉത്കണ്ഠാകുലരാണ്. പരസ്യങ്ങളിലൊക്കെ കൂടി നമ്മൾ വലിയ ചാനലുകൾ ചെറിയ പൈസക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞാലും അതിന് വ്യക്തമായി അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന നിരക്കിൻ്റെ ഇരട്ടിയോളം ഈ നിരക്ക് എത്തുകയും രാജ്യത്തെ മർഡോക്കിനെ പോലുള്ള ആഗോള കുത്തക വ്യൂഹമാർക്ക് അനുകൂലമാക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ നിയമം സാധാരണ കേബിൾ മേഖലയെ ആകെ തകിടം മറിക്കും. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 10ാം ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി വാഹന പ്രചരണ ജാഥ പ്രയാണം തുടങ്ങി. പയ്യന്നൂരിൽ ജാഥയ്ക്ക് തുടക്കമായി. 1991 മുതൽ രാജ്യത്ത് നവ ലിബറൽ നയങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയ മുതൽ രാജ്യത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗം, തൊഴിലാളി വർഗം, കർഷകരൊക്കെ നടത്തിയിട്ടുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ. പ്രചരണ ജാഥ C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷനായി. TR രാജൻ, P. ഗീത, KR സരളാബായി,
PP സന്തോഷ് കുമാർ, AK പ്രേമരാജൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച കണ്ണൂർ ജില്ലാ പ്രചരണ വാഹന ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ TR രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനം 2019 ജനുവരി 28 മുതൽ 31 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. ഇതിന്റെ ഭാഗമായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച ജാഥ പിലാത്തറ, പഴയങ്ങാടി, കണ്ണപുരം, ധർമ്മശാല തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലെ സന്ദർശനത്തിനു ശേഷം ആദ്യ ദിനം തളിപ്പറമ്പിൽ സമാപിച്ചു. പഴയങ്ങാടിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകൾ ജാഥ ക്യാപ്റ്റനെ ഹാരാർപ്പണം ചെയ്തു. IV ശിവരാമൻ അധ്യക്ഷനായി. P ജനാർദ്ദനൻ, CP സൗന്ദരരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ LIC ജംഗ്ഷൻ കോർണറിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. താലൂക്ക് ആശുപത്രിയിലേക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നത് രോഗികൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലൊന്നാണ് പയ്യന്നൂരിലെ LIC ജംഗ്ഷൻ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, ബൈപ്പാസ് റോഡ്, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള റോഡുകൾ കൂടിച്ചേരുന്ന ഇവിടെ മിക്ക ദിവസങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ആശുപത്രിയിലേക്കുള്ള ആംബുലൻസുകൾ കുടുങ്ങിക്കിടക്കുന്നത് രോഗികളുടെ ജീവന് പോലും ഭീഷണിയാകുന്നുണ്ട്. ഗതാഗത നിയന്ത്രണത്തിനുള്ള സിഗ്നൽ ലൈറ്റുകളും ട്രാഫിക് പോലീസ് സംവിധാനങ്ങളും ഇവിടെയില്ല. സമീപത്ത് ബസ് സ്റ്റോപ്പിൽ നിർത്തേണ്ട ബസ്സുകൾ പലപ്പോഴും തോന്നും പോലെയാണ് ആളുകളെ ഇറക്കുന്നതും കയറ്റുന്നതും. പോലീസിനൊപ്പം യാത്രക്കാരും റോഡിൽ ഇറങ്ങിയാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. തിരക്കേറിയ ഇവിടെ സിഗ്നൽ ലൈറ്റുകളോ ട്രാഫിക് പോലീസിനെയോ നിർത്തിക്കൊണ്ട് ഗതാഗതം സുഗമമാക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം. കാർഷിക മേഖല ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് മൂലം തകരുകയാണ്. ഓരോ വിളവും പ്രതീക്ഷയോടെ ഇറക്കുന്ന കർഷകന് വിളവെടുപ്പിൽ ലഭിക്കുന്നത് നിരാശ മാത്രമാണ്. കാർഷിക മേഖല തകരുകയാണ്. കാർഷിക മേഖല തകരുമ്പോൾ തളരുന്നതും ഇല്ലാതാകുന്നതും കർഷകനാണ്. കാർഷിക മേഖലയാണ് രാജ്യത്തെ ജനങ്ങളെ താങ്ങി നിർത്തുന്നതെന്ന് ഭരണത്തിലേറുന്നവർ എക്കാലവും മറന്നുപോയിട്ടേയുള്ളൂ. കേരളത്തിലാണെങ്കിൽ നികുതിപ്പണത്തിന്റെ 70% തിന്നുതീർക്കുന്നത് ഉദ്യോഗസ്ഥരാണെന്നാണ് പുതിയ കണക്ക്. IAS, IPS ഉദ്യോഗസ്ഥർക്ക് ഇനി മുതൽ വൈദ്യുതിയും വെള്ളവും സൗജന്യമാണെന്ന ഉത്തരവിറങ്ങിയിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ. കർഷകന്റെ കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ വില ഉയർത്തിയിട്ടുണ്ട്. സ്വന്തം കൃഷിയിടത്തിൽ വെള്ളം കിട്ടാൻ കർഷകൻ ഒരുപാട് കടമ്പകൾ കഷ്ടപ്പെട്ട് നടന്നു കയറേണ്ടതുണ്ട്. പിന്നെ കിട്ടിയാലായി, ഇല്ലെങ്കിലായി. അതും പരിമിതമായ കാലത്തേക്ക് മാത്രം. കാർഷിക കടങ്ങൾക്ക് 4% പലിശയേ ഉള്ളുവെങ്കിലും ഫലത്തിൽ 7% കൊടുക്കണം. കാർഷിക കടമെടുക്കുന്ന ഭൂരിപക്ഷം പേരും സ്വർണവും മറ്റും പണയം വെച്ചാണ്. ഇതിൽ കർഷകരുണ്ടാകണമെന്നില്ല. ഏറെ പണിപ്പെട്ട് കടം മേടിച്ചോ ഉള്ളത് വിറ്റോ വിളവിറക്കുന്ന കർഷകന് വിളവെടുപ്പ് കാലമാകുമ്പോഴേക്കും ഒന്നുകിൽ വിളവ് നഷ്ടപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ വിലയുണ്ടാകില്ല. കാലങ്ങളായി അടുത്ത പ്രാവശ്യം ശരിയാകുമെന്ന പ്രതീക്ഷയിൽ അവനറിയാവുന്ന ഏക ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അധ്വാനിക്കുന്ന ജനവിഭാഗം എന്നും പറ്റിക്കപ്പെട്ടിട്ടേയുള്ളൂ. ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ഒരാൾ വിരമിക്കുമ്പോൾ കിട്ടുന്നത് ലക്ഷങ്ങളാണ്. ഒരു ജീവിതം മുഴുവനും കൃഷിക്കായി ഹോമിക്കുന്നവന്, രാജ്യത്തെ ജനങ്ങളെ താങ്ങി നിർത്തുന്നവന് കിട്ടുന്നതോ തുച്ഛമായ തുകയും. രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 58% ജീവിക്കുന്നത് കൃഷിയെ ആശ്രയിച്ചാണെന്നാണ് കണക്ക്. കർഷകന്റെ രാജ്യം ഉദിക്കുന്ന കാലം എത്രയോ ദൂരത്താണെന്നാണ് നിലവിലുള്ള വ്യവസ്ഥ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. രാവിനെ പകലാക്കി പൂന്തുരുത്തി മുച്ചിലോട്ട് മുന്നൊരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കാണാം പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര മുന്നൊരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് രാപ്പകൽ ഭേദമന്യേ തീവ്ര പരിശ്രമത്തിലാണ് സംഘാടകർ. കൂട്ടായ്മയാണ് ഓരോ പെരുങ്കളിയാട്ടത്തിൻ്റെയും സൗന്ദര്യം. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഒത്തൊരുമയുടെ വിജയം. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ മനുഷ്യോദ്ധാനം കൊണ്ട് കൊണ്ടുകൂട്ടുന്നത് ഒറ്റനോട്ടത്തിൽ അസാധ്യമെന്ന് നിസ്സംശയം പറയാവുന്ന ഒരുപിടി കാര്യങ്ങളാണ്.
മാസങ്ങൾക്ക് മുന്നേ ചെറിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുമെങ്കിലും പെരുങ്കളിയാട്ടങ്ങളിൽ, പ്രത്യേകിച്ചും മുച്ചിലോട് കാവുകളിൽ പ്രവൃത്തികൾ സജീവമാകുന്നത് ആഴ്ചകൾക്ക് മുന്നേ മാത്രം നടക്കുന്ന നിലംപണി അടിയന്തരത്തോടെയാണ്. തുടർന്നാണ് കന്നിക്കലവറ, നാലിലെ പന്തൽ, ക്ഷേത്രം മൂടിക്കൂട്ടൽ, നിലമുരുക്കൽ തുടങ്ങിയ ശ്രമകരമായ പ്രവൃത്തികൾ നടക്കുന്നത്. 13 സംവത്സരങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നാടിന്റെ തന്നെ ഉത്സവമായി കടന്നെത്തുന്ന പെരുങ്കളിയാട്ടത്തെ വിജയകരമാക്കുന്ന ശ്രമത്തിലാണ് പയ്യന്നൂർ. പൂന്തുരുത്തി മുച്ചിലോട്ട് മുന്നൊരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. ഇതോടെ രാപ്പകൽ ഭേദമന്യേ പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. മുന്നൊരുക്കത്തിന്റെ ആരവങ്ങളാൽ മുച്ചിലോടും പരിസരവും രാത്രിയിലും സജീവമാണ്. കന്നിക്കലവറ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അടുക്കളയുടെയും വല്ലത്തിന്റെയും നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഭക്ഷണശാല തിങ്കളാഴ്ച രാത്രിയോടെ പൂർത്തിയായി. നമ്മുടെ പെരുങ്കളിയാട്ടത്തിന് പിന്നെ പയ്യന്നൂർ അമ്പലത്തിൽ നിന്നും സോമേശ്വരിയിൽ നിന്നും ദീപം തേരിയും കൊണ്ടുവരുമ്പോൾ നമ്മുടെ കുഴിയടുപ്പിൽ ആദ്യം ചോറുണ്ടാകും. ആ ചോറ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ടാണ് വല്ലത്തിൻ്റെ നിർമ്മാണം നടത്തുന്നത്. അതുപോലെ ആ വല്ലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ കന്നിക്കലവറയിൽ നിന്നും വണ്ണാരപ്പുരയുടെ ഉള്ളിലെ കൂടിയുള്ള ദീപവും വല്ലത്തിൻ്റെ ദീപവും ഒരേ ദിശയിലാണ്. അപ്പോൾ അത് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന രീതിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. മറ്റുള്ള മുച്ചോടുകളൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ ശരിക്കും നമ്മൾ പണി തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. പക്ഷേ ശരിക്കും നിലംപണിക്ക് ശേഷമാണ് നന്നായിട്ട് ഇത് ചെയ്യുന്നത്. ഇപ്പം കുറച്ച് ദിവസം രാത്രിയും പകലും ത്രൂഔട്ട് ഒരു ഈ നിലംപണിക്ക് ശേഷം എല്ലാ പണികളും നടത്തിക്കൊണ്ടുണ്ട്. അപ്പോൾ പണി ഏതാണ്ട് അടുത്ത് 4 ദിവസം കൊണ്ട് നമ്മൾ വരച്ചവക്കിന് മുമ്പായിട്ട് ഏകദേശം 90% പണി, ചെറിയ ചെറിയ പണികൾ പുറത്ത് ഇല്ലത് ബാക്കിയുണ്ടാവും. നമ്മുടെ ക്ഷേത്ര ആചാരപ്രകാരം സമ്പ്രദായ രീതിയിലുള്ള പണികൾ കുറച്ച് എല്ലാം തീരും. ബാക്കിയുള്ള പണികൾ പാരമ്പര്യ രീതിയിൽ എല്ലാ പണികളും ഈ സമയത്തിലൂടെ നമ്മൾ തീരും. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് ചെയ്യുന്ന വർക്കുകളെ ബാക്കിയുണ്ടാവില്ല. ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള ബെഞ്ചും ഡെസ്കും ദ്രുതഗതിയിലാണ് പൂർത്തീകരിച്ചത്. ക്ഷേത്രം മൂടിക്കൂട്ടലും അവസാന ഘട്ടത്തിലെത്തി. 27-ന് നടക്കുന്ന വരച്ചുവെക്കലിന് മുന്നോടിയായി 25ഓടുകൂടി ഭൂരിഭാഗം പ്രവൃത്തികളും പൂർത്തീകരിക്കും. മുന്നൊരുക്കത്തിൽ സജീവമായവർക്ക് ഭക്ഷണത്തിനു പുറമെ ലഘുവിഭവമായി എരിവുള്ള ചുക്കുകാപ്പിയും അവലുമായി താൽക്കാലിക അടുക്കളയും സജീവമാണ്. ഫെബ്രുവരി 4 മുതൽ 7 വരെയാണ് പെരുങ്കളിയാട്ടം. മറ്റു വാർത്തകളിലേക്ക്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് നിർമ്മിച്ച ഡി അഡിക്ഷൻ സെന്റർ ഫെബ്രുവരി 2-ന് എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി രൂപീകരണം ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്നു. വിമുക്തിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയോട് ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ഡി അഡിക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനം എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിക്കും. ഫെബ്രുവരി 2-ന് നടക്കുന്ന പരിപാടിയുടെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. സി കൃഷ്ണൻ MLA അധ്യക്ഷനായി. നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PK സുരേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനോദ് നായർ, ആശുപത്രി സൂപ്രണ്ട് V ലേഖ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നാടൻ പാട്ടിൽ വിസ്മയം തീർത്തി 4 വയസ്സുകാരി വൈഗരി സാവൻ. കണ്ണൂർ ഒറപ്പടി കലാകൂട്ടായ്മയിലെ കലാകാരന്മാർക്കൊപ്പമാണ് ഈ കൊച്ചുമിടുക്കി പ്രേക്ഷകരുടെ കയ്യടി നേടുന്നത്. കലാഭവൻ മണിയുടെ ഉമ്പായി കുച്ചാണ്ട് എന്ന് തുടങ്ങുന്ന പാട്ടോടെയാണ് ഈ കൊച്ചുമിടുക്കി വേദിയിലെത്തിയത്. സഭാകമ്പം ഒട്ടുമില്ലാതെ ചെണ്ടയുടെയും തുടിയുടെയും തകിലിന്റെയും താളത്തിൽ പാട്ടുപാടി വൈഖരി നൃത്തം വെച്ചപ്പോൾ പ്രേക്ഷകരുടെ കയ്യടി നേടി. പാലക്കാട് ജില്ലയിലെ ഇരുളർ വിഭാഗം പാടിവരുന്ന കാലേ കാലേ കുമ്പേ എന്ന ഗാനവും അതിമനോഹരമായാണ് പാടിയത്. കണ്ണൂർ ജില്ലയിലെ മയിൽ, കയറളം, ഉറപ്പടി,
കലാകൂട്ടായ്മയുടെ മുഖ്യ സംഘാടകൻ ജിജു ഉറപ്പടി, ശിശിരാക്കാനായി എന്നിവരുടെ മകളാണ് ഈ കൊച്ചുമിടുക്കി. അച്ഛനോടൊപ്പം ഇന്നും പരിപാടിക്കെത്തും. അങ്ങനെയാണ് നാടൻപാട്ട് കേട്ടുപഠിച്ചത്. ഇപ്പോൾ നാടൻപാട്ട് വേദിയിലെ താരമാണ് വൈഖരി. വൈഖരിക്കൊപ്പം 35ഓളം കുട്ടികൾ ഉറപ്പടി കൂട്ടായ്മയുടെ നാട്ടുത്സവം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആടിയും പാടിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പഴയ നാടൻ കലാരൂപങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു ഇവർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ചെറുകുന്ന് താവം ഈഗിൾ ക്ലബിന്റെ വാർഷികാഘോഷത്തിൽ അവതരിപ്പിച്ച നാട്ടുത്സവം ഏറെ ശ്രദ്ധേയമായി. നാടൻ കലാമേള പരിപാടിയിലൂടെ ലഭിക്കുന്ന പണം കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാടൻ കലകളെ സംരക്ഷിക്കുന്നതോടൊപ്പം അവ പുതുതലമുറയ്ക്ക് പങ്കുവയ്ക്കുവാനും ഉറപ്പടി കലാകൂട്ടായ്മ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വിദ്യാർത്ഥികളെ ഭീതിയിലാഴ്ത്തി പയ്യന്നൂർ ലത്തീഫിയ സ്കൂളിൽ വൻ അഗ്നിബാധ. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അധ്യാപകരുടെ ശ്രമത്തിനിടെ പ്രിൻസിപ്പലിന്റെ അറിയിപ്പ് വന്നതോടെയാണ് സംഭവം ഫയർഫോഴ്സിന്റെ മോക്ക് ഡ്രില്ലാണെന്ന് തിരിച്ചറിഞ്ഞത്. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് പയ്യന്നൂർ പെരുമ്പയിൽ പ്രവർത്തിക്കുന്ന ലത്തീഫിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഏണിപ്പടിക്ക് സമീപം തീപിടുത്തമുണ്ടായത്. ഉടൻ പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് അംഗങ്ങളെത്തി തീയണച്ചു. പരിഭ്രാന്തരായ വിദ്യാർത്ഥികൾ സ്കൂളിന്റെ പല ഭാഗങ്ങളിലൂടെ താഴേക്കെത്തുകയായിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അധ്യാപകരും മറ്റ് സ്കൂൾ ജീവനക്കാരും ചേർന്ന് വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കെട്ടിടത്തിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഏണി വഴിയും മറ്റും താഴേക്കെത്തിച്ചു. പരിക്കേറ്റവർക്ക് ഉടൻ തന്നെ പ്രാഥമിക ചികിത്സയും നൽകി. LKG, UKG വിദ്യാർത്ഥികളിലും മറ്റ് ചെറിയ ക്ലാസുകളിൽ പഠിക്കുന്നവരുടെ മുഖത്തും ആശങ്കയും ഒപ്പം നേരിയ കരച്ചിലും കാണാമായിരുന്നു. പെട്ടെന്നാണ് സ്കൂൾ ചെയർമാൻ VKP ഇസ്മായിൽ, പ്രിൻസിപ്പൽ K സാദിഖ് എന്നിവരുടെ അറിയിപ്പ് വന്നത്. ഒരപകടമുണ്ടായാൽ എങ്ങനെ ഇടപെടണമെന്നാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതോടെയാണ് പലർക്കും സംഭവം പിടികിട്ടിയത്. ഇതുവരെ കണ്ടത് ഒരു മോക്ക് ഡ്രില്ലായിരുന്നു. പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പെരുമ്പ ലത്തീഫിയ സ്കൂളിൽ ദേശീയ ദുരന്ത നിവാരണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. പരിപാടിക്ക് ലീഡിംഗ് ഫയർമാൻ CV ബാലചന്ദ്രൻ, ഡ്രൈവർ മെക്കാനിക് P രാധാകൃഷ്ണൻ, ഫയർമാൻമാരായ ET സന്തോഷ് കുമാർ, M സിനോജ്, VV പത്മനാഭൻ, KC ഗോപാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തീയോ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ പെട്ടെന്ന് തീ കെടുത്താൻ വേണ്ടി പറ്റും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ കുറച്ച് മണൽ വാരി അതിന്റെ മുകളിൽ കൊണ്ടിട്ടാണ്. ഒന്നും നിങ്ങളുടെ അവൈലബിൾ അല്ലെങ്കിൽ മണലെടുത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ മണൽ ബെസ്റ്റ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തീ കെടും. ഇനി അതും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഇവിടെ നിന്ന് കൊമ്പ് പൊട്ടിച്ചെടുത്തിട്ട് ആ പച്ചില കൊമ്പ് പൊട്ടിച്ച് അടിച്ചു കെടുത്തിയാണ്. നിങ്ങൾ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ തീ നമുക്ക് തുടക്കത്തിൽ മാത്രമേ കെടുത്താൻ വേണ്ടി പറ്റൂ. കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നാശനഷ്ടം ഉണ്ടാവും. അതുകൊണ്ടാണ് ഫയർ ഇസ് എ ഗുഡ് സർവന്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു തീ കണ്ടു കഴിഞ്ഞാൽ ഒന്നും പാനിക് ആവാതെ തുടക്കത്തിൽ നിങ്ങൾ പോയിട്ട് കെടുത്തി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നമുക്ക് ആ സിറ്റുവേഷൻസ് ആ വേർഡ്സ് ആവുന്നത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ കണ്ടത് ഇപ്പോൾ ഞാനിവിടെ ശ്രദ്ധിച്ചത് ഇപ്പോൾ ഒരു കാഷ്വാലിറ്റി കൂടിയിരിക്കുന്നിടത്ത് നിങ്ങൾ എല്ലാവരും പോയി ഡംപ് ചെയ്യുവാണ്. അതൊരിക്കലും ചെയ്യരുത്. കാരണം കാഷ്വാലിറ്റിക്ക് മാക്സിമം ഓക്സിജൻ കിട്ടണം. അപ്പോൾ അവിടെയാണ് കുട്ടികളെല്ലാം പോയി നിൽക്കുന്നുണ്ടായത്. അപ്പോൾ ഇതൊന്നും ഒരു ശരിക്കും എമർജൻസി സമയങ്ങളിൽ ചെയ്തുകൂടാതാണ്. അപർണ എസ് പൊതുവാൾ, അബു സാലിക്ക് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വിത്ത് വിതയ്ക്കുന്നത് മുതൽ വിളവ് കൊയ്യുന്നതുവരെയുള്ള കാലയളവിലെ കർഷകന്റെ ഉത്കണ്ഠയ്ക്ക് പരിഹാരമായിരുന്നു കാർഷിക തെയ്യങ്ങൾ. അത്തരത്തിലൊന്നാണ് കുറത്തിയമ്മ. അധികാരം കൊണ്ട് തങ്ങളെ അടിച്ചമർത്തി തങ്ങളുടെ അധ്വാന ഫലവും മണ്ണും പെണ്ണും കവർന്ന മേലധികാരികൾക്കെതിരെ അധികാരവർഗത്തിനെതിരെ പലതും നേർക്കുനേർ ചോദ്യം ചെയ്യുന്നതാണ് ദളിതർ കേട്ടുന്ന തെയ്യങ്ങൾ. വയൽ ദൈവമായ കുറത്തി എന്ന തെയ്യത്തെ ഭക്തിയാദരങ്ങളോടെ ജനങ്ങൾ കെട്ടിയാടിച്ച് അനുഗ്രഹം തേടുന്നു. കുഞ്ഞാർകുറത്തിയുടെ തെയ്യക്കോലം കെട്ടിയാടുന്നത് വേലന്മാരാണ്. മുഖത്ത് പ്രത്യേകതരം തേപ്പും കുറിയുമൊക്കെയുണ്ട്. അരയിൽ തളിരോല കൊണ്ടുള്ള അരയോടെയും തലയിൽ വട്ടമുടിയുമാണ് ധരിക്കുന്നത്. മുറത്തിൽ നെൽവിത്തും കയ്യിൽ കത്തിയുമായാണ് കുറത്തിയമ്മ നർത്തനം ചെയ്യുന്നത്. അടിയാളവർഗത്തിന്റെ രോദനവും വേദനയും എതിർപ്പുമെല്ലാം ഈ തെയ്യത്തിലുമുണ്ട്. തെയ്യത്തിന്റെ രൂപഭാവത്തിൽ അവർ അധികാരം കൈയാളുന്നവരെ ചോദ്യം ചെയ്യുന്നു. ഇത്തരത്തിലൊരു രൂപത്തിൽ കൂടിയേ അന്നത് സാധ്യമായിരുന്നുള്ളൂ.
അജ്ഞാതരായ കർഷകർ പാടിയ പാട്ടുകൾ ഇനിയും വന്നെത്താത്ത വസന്തത്തിന്റെ അടയാളമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവള്ളൂർ. വ്യാകരണ ശിരോമണി OK മുൻഷി അവാർഡ് പ്രഖ്യാപിച്ചു. ഡോക്ടർ ആര്യദേവിക്കാണ് പുരസ്കാരം. ഇന്ത്യക്കകത്തും പുറത്തും അറിയപ്പെടുന്ന സംസ്കൃത പണ്ഡിതയാണ് ആര്യദേവി. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ഫാക്കൽറ്റി ഡീനും ന്യായവിഭാഗം അധ്യക്ഷയുമായിരുന്നു. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതിയാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്കൃത പാണ്ഡിത്യത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് സമ്മാനിക്കുന്ന ഈ അവാർഡ് കഴിഞ്ഞ 10 വർഷങ്ങളിലായി കേരളത്തിലെ പ്രഗത്ഭരായ സംസ്കൃത പണ്ഡിതർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1 മുൻഷി മാസ്റ്ററുടെ ചരമദിനത്തിൽ പയ്യന്നൂർ തുമ്പക്കോവിലുള്ള AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് P. അപ്പുക്കുട്ടൻ മാസ്റ്റർ സമ്മാനിക്കും. കോഴിക്കോട് സർവകലാശാല മലയാളം വിഭാഗം മുൻ അധ്യക്ഷൻ ഡോക്ടർ T. പവിത്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തളിപ്പറമ്പ് P. നാരായണൻ മാസ്റ്റർ മുൻഷി അനുസ്മരണം നടത്തും. മാധ്യമ സമ്മേളനത്തിൽ P. അപ്പുക്കുട്ടൻ, ഡോക്ടർ E. ശ്രീധരൻ, AV മാധവ പൊതുവാൾ, E. രാമചന്ദ്രൻ, P. ജഗദീശൻ, VP സുരേന്ദ്രൻ, P. പത്മനാഭൻ, KP വിജയകൃഷ്ണൻ, PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും ഇന്ന് പാഴ്വസ്തുക്കൾ ശേഖരിച്ചു കൊണ്ടുനീങ്ങുന്ന സൈക്കിളുകൾ കാണാം. അത്രമേൽ വസ്തുക്കൾ നാം ഓരോ ദിവസവും വലിച്ചെറിയുന്നുണ്ട് എന്നതിനു തെളിവ് കൂടിയാണ് ഈ വണ്ടികൾ. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നഗരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന വണ്ടികൾ ഇന്ന് നഗരത്തിലേക്കും എത്തിക്കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ നാടും നഗരവും തമ്മിലുള്ള അതിർത്തികൾ നമ്മൾ എന്നേ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഇതര സംസ്ഥാനത്ത് നിന്നും ഇവിടെ വന്ന് ഈ ജോലി എടുക്കുന്നവർ ഇന്ന് സംഖ്യാകണക്ക് വെച്ച് നോക്കിയാൽ അത്ര ചെറുതല്ല താനും. കിഴക്ക് വെള്ള വീശുമ്പോൾ തന്നെ ഇവർ തങ്ങളുടെ ജോലിക്കായി പുറപ്പെടുന്നു. പിന്നെ സൈക്കിളിൻ്റെ പിറകിലുള്ള ചതുരപ്പെട്ടിയിലെ വലിയ ചാക്ക് നിറയുവോളം പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നു. ഇത്തരമൊരു തൊഴിലാളി വർഗത്തെപ്പറ്റി ഒരു 1/4 നൂറ്റാണ്ട് മുൻപ് വരെ ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. കേരളം അത്രമേൽ മാറിയിരിക്കുന്നു. പച്ചവെള്ളം പോലും കടകളിൽ നിന്നും നിത്യേന വാങ്ങുന്ന ഒരു വർഗം ഇവിടെ രൂപമെടുത്തിരിക്കുന്നു. പല പാഴ്വസ്തുക്കളും ഇവർ പെറുക്കുമെങ്കിലും എല്ലാം ഇവർ സ്വീകരിക്കണമെന്നില്ല. ബാക്കിയാവുന്നവ തെരുവോരത്ത് തന്നെ കാണാം. ഏതായാലും ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു വർഗം തെരുവോരത്ത് ഉടലെടുത്തിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഉദിനൂർ കടപ്പുറം കാലിച്ചാൻകാവ് ക്ഷേത്രം പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം ജനുവരി 25 മുതൽ 27 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 25 വൈകിട്ട് 4 മണിക്ക് MV ഭാസ്കരൻ തന്ത്രിക്കുള്ള ആചാര്യ വരവേൽപ്പ്. തുടർന്ന് ശില്പികളെയും ക്ഷേത്രത്തിന്റെ പഴയകാല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും ആദരിക്കും. ജനുവരി 26 പ്രസാദപീഠങ്ങൾ ഏറ്റുവാങ്ങും. 27 രാവിലെ 8-നും 9:45-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി KV ഗംഗാധരൻ, NP തമ്പാൻ, KV ശ്രീധരൻ, PV മനോഹരൻ, PV ജയൻ, E സജീവൻ, K ഷിജു തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ തങ്കയം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉത്സവം സമാപിച്ചു. സമാപനത്തിന്റെ ഭാഗമായി ബാലസുബ്രഹ്മണ്യന്റെ വിഗ്രഹവുമായുള്ള തിടമ്പു നൃത്തവും അരങ്ങേറി. മൂന്ന് നാൾ നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളോടെ തൃക്കരിപ്പൂർ തങ്കയം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തൈപ്പൂയ മഹോത്സവം സമാപിച്ചു. തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് നടന്ന ദീപാരാധനയും തായമ്പകയ്ക്കും ശേഷം നടന്ന തിടമ്പ് നൃത്തം കാണാൻ നിരവധി ഭക്തർ ക്ഷേത്രസന്നിധിയിലെത്തി. ബാലസുബ്രഹ്മണ്യന്റെ അലങ്കരിച്ച വിഗ്രഹം തലയിലേന്തി ചെണ്ടവാദ്യത്തിന്റെ താളത്തിനൊത്തുള്ള തിടമ്പ് നൃത്തം ഭക്തിസാന്ദ്രമായി. ഉത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തിയ ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തറനല്ലൂർ പത്മനാഭൻ ഉണ്ണിനമ്പൂതിരിപ്പാട് ക്ഷേത്രം ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കുന്നതിൽ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ധ്വജപ്രതിഷ്ഠാ പ്രാപ്തിക്കായി ആശീർവദിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പിലാത്തറ മൾട്ടിപർപ്പസ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നീതി പവർ ടൂൾസ് പിലാത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ PN അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ മൾട്ടിപർപ്പസ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് നീതി പവർ ടൂൾസ്. വിൽപ്പനശാലയുടെ ഉദ്ഘാടനം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ PN അനിൽകുമാർ നിർവഹിച്ചു. നാടോടൊപ്പം ചേർന്ന് തോളോട് ചേർന്ന് പോകുവാൻ കഴിയുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പുരാണങ്ങളൊക്കെ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കുറച്ച് സഹകരണ സംഘടനകളിലും
ആ നിലവാരത്തിന് അടുത്തേക്കെങ്കിലും എത്താൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാവിധ പവർ ടൂളുകളുടെയും മെഷീൻ ടൂളുകളുടെയും മികച്ച വിൽപ്പനയും വിൽപ്പനാനന്തര സേവനവും നീതി പവർ ടൂൾസിലൂടെ ലഭ്യമാകും. ഉദ്ഘാടന പരിപാടിയിൽ CM ദാമോദരൻ അധ്യക്ഷനായി. കണ്ണൂർ ദിനേശ് സഹകരണ സംഘം ചെയർമാൻ C രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ NV ധന്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. PP കരുണാകരൻ മാസ്റ്റർ, PV സുമേഷ്, MP മധുസൂദനൻ, CH വരുൺ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസ് ആരംഭിക്കുമെന്ന് വിമാന കമ്പനികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറപ്പു നൽകി. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനികളുമായി നടത്തിയ യോഗത്തിലാണ് ഉറപ്പു ലഭിച്ചത്. ഏഴിമല നേവൽ അക്കാദമി മാലിന്യ പ്ലാന്റ് ഭീതിയൊഴിയാതെ പ്രദേശവാസികൾ. പ്രശ്നത്തിൽ സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്നു. നേവൽ അക്കാദമി അധികൃതർ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് CPM. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 10ാം ദേശീയ സമ്മേളനത്തിന് തിരുവനന്തപുരം വേദിയാകും. പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. കാർഷിക മേഖല ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് മൂലം തകരുകയാണ്. ഓരോ വിളവും പ്രതീക്ഷയോടെ ഇറക്കുന്ന കർഷകന് വിളവെടുപ്പിൽ ലഭിക്കുന്നത് നിരാശ മാത്രമാണ്. ട്രായിയുടെ പുതിയ താരിഫ് പ്രതിഷേധം വ്യാപകമാകുന്നു. സാധാരണ കേബിൾ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന നയമാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ താരിഫ് നയമെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും C കൃഷ്ണൻ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.